വിഷ്ണു, നമ്മളെ റീസെന്റ് ഇറങ്ങിയ സർവ്വമായനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്ത്? ഇറങ്ങിയിട്ട് 1 വീക്ക് കഴിഞ്ഞു, എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞ നീ പൊളിന് പടമായോണ്ട് മാത്രം ഞാൻ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ആര് പടമാണെങ്കിലും ഇപ്പൊ കളങ്കാവിൽ നമ്മളുണ്ട്, നല്ല പടമാണ്. ഓക്കെ, സ്റ്റിൽ ഇറ്റ്സ് അബൌട്ട് ടു റീച്ച് 83, 85, 90 crores. 90 crores അല്ല, 90 lakhs അല്ലേ? അല്ലേ? അത് ലാസ്റ്റ് എന്തോ 70 കോടി 80 കോടി വരെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല അത് വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, നിവിൻ പോളിന്റെ പടമാണെങ്കിൽ ഞാൻ പറയാണ്, എനിക്കൊന്നും പറയാനില്ല. നിവിൻ പോളിന്റെ പടം റിപ്പീറ്റ് വാല്യൂ പടമുള്ളതാണ്. നിവിൻ പോളിന്റെ തട്ടത്തിമറയത്ത് ആദ്യം ഞാൻ കണ്ടാണ് തട്ടത്തിമറയത്ത്. രണ്ടാമത്തെ ഞാൻ കണ്ട പടമാണ് പ്രേമം. മൂന്നാമത് ഞാൻ പടം കണ്ടതാണ് പ്രേമത്തിന് മുമ്പേ നേരം. എല്ലാം ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം കണ്ടാണ്. നിവിൻ പോളിന്റെ ഏത് പടവും കോടി ക്ലബ് അടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ ഉള്ളതുകൊണ്ടാണ്. റിപ്പീറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ആൾക്കാർ ഒരു പ്രാവശ്യമല്ല നിവിൻ പോളിന്റെ ഈ പടം കാണുന്നത്, 2, 3, 4 പ്രാവശ്യം കാണും. പേഴ്സണലി ഞാൻ പറയാണ്, ഞാൻ നിവിൻ പോളിന്റെ തട്ടിമ്പറത്ത് 5 പ്രാവശ്യം കണ്ടാണ്. ബേസിക്കലി 5 പ്രാവശ്യം കണ്ടാണ് എല്ലാ ദിവസവും. ചുമ്മാ ഒന്നും വേറൊരു പണിയുമില്ല, അതായിക്കോട്ടെ ഞാനിവനും. അതെന്താ നമ്മൾ ഇറങ്ങുക, പോവുക, കാണുക, ഈ പടം കാണുക. അത്രക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് നിവിൻ പോളിന്റെ തട്ടത്തിമറയത്ത്. 5 പ്രാവശ്യം 6, 7, 8 പ്രാവശ്യം കാണുമായിരുന്നു. അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി, പടം പോയി. അതുകൊണ്ടാ. അപ്പോൾ 5 പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റി. 5 പ്രാവശ്യം ഞാൻ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടു. 5 പ്രാവശ്യം ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടു, 5 times. ഓക്കെ, രണ്ടാമത് പ്രേമം 3 പ്രാവശ്യം എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയുള്ളൂ. 3 പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയുള്ളൂ. 3 പ്രാവശ്യം ഞാൻ കണ്ടു. അതിന് ശേഷം പ്രേമത്തിന്റെ സംഭവിച്ചറിയാമല്ലോ, അതിന്റെ വ്യാജ CD ഇറങ്ങി, വലിയ പ്രശ്നമായി. അങ്ങനെ സെൻസർ കോപ്പി ഒക്കെ ഇറങ്ങി, വലിയ പ്രശ്നമായി ആ സമയത്ത്. പക്ഷെ അതിന് മുമ്പേ സെൻസർ കോപ്പി ഇറങ്ങിയ ശേഷം നമ്മൾ കണ്ടില്ല. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെയാണ് 3 പ്രാവശ്യം കണ്ടത്. പക്ഷെ അതാണ് നിവിൻ പോളിക്ക് മലയാളികൾ കൊടുക്കുന്ന ഒരു വില എന്ന് വെച്ചാൽ, നിവിൻ പോളി എന്ത് കാണിച്ചാലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതാണ് ഈ പടത്തെ സർവ്വമായ കണ്ടേ പറ്റൂ. കാരണം നിവിൻ പോളി മാത്രമെന്നല്ല, ആ പടത്തിനൊരു ക്വാളിറ്റി ഉണ്ട്. അത് അഖിൽ സത്യന്റെ ക്വാളിറ്റിയാണ്. അഖിൽ സത്യൻ ഈ ജോണറിൽ ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിൽ പോലും അഖിൽ സത്യൻ ഈ ജോണറിൽ ഈ ഓൺസ് ദിസ് ജോണർ എന്നാണ്. സത്യകാന്തിക്കാടിന്റെ മോനാണ്. സത്യകാന്തിക്കാടിന്റെ പടം നമുക്ക് ഒന്നും പറയാനില്ല. സത്യകാന്തിക്കാട് നമ്മുടെ എല്ലാം ആണ്. മലയാളീസിന്റെ ഒരു സംഭവമാണ് സത്യകാന്തിക്കാട്. അയാളുടെ മോന്റെ പടമാണ്. ഹെവിയാണ് എന്ന് വെച്ചാൽ വലിയ കൂടുതൽ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു ഫാമിലിക്ക് ചുമ്മാ പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. നല്ല പടമാണ്. എല്ലാ ഇമോഷനും ഉണ്ട്. ഇത് ഫീൽ ഗുഡ് മൂവിയാണെന്ന് ഞാൻ പറയൂല. ബേസിക്കലി ഞാൻ പറയൂല ഫീൽ ഗുഡ് മൂവിയാണ്. ബിക്കോസ് ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്. ക്ലൈമാക്സ് ചില സാധനങ്ങളൊക്കെ ഞാൻ കരഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഫീൽ ഗുഡ് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇതിൽ ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്. വളരെ ഡീപ്പ് ഇമോഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കരച്ചിൽ വരുന്നൊരു സീനുണ്ട്. ഞാൻ ശരിക്കും കരഞ്ഞായിരുന്നു. ഞാൻ ശരിക്കും കരഞ്ഞായിരുന്നു. ഞാൻ കോമഡി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. മുക്കാഭാഗം കോമഡി ആയിരുന്നു. നിവിൻ പോളിൻ്റെ കോമഡി ആയിരുന്നു. ഇതൊക്കെ പോലത്തെ ഇത് അങ്ങോട്ട് കാണിക്കേ, ചുമ്മാ കാണിച്ചോ. ഇതുപോലത്തെ കോമഡി ആയിരുന്നു. തുടക്കം തൊട്ടേ കോമഡി ആയിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പടം കണ്ടവർക്കറിയാം, എനിക്ക് ശരിക്കും സങ്കടം വന്നുപോയി. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോയി ഞാൻ അതിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ പറഞ്ഞു വെച്ചാൽ നല്ല പടം. എല്ലാവരും എന്തായാലും കാണണം. 1 അല്ല 2 പ്രാവശ്യം എല്ലാവരും കാണണം. നമ്മളിപ്പോൾ പോവാണ്, അടുത്ത നാളെയോ മറ്റന്നോ എപ്പോഴാണ് ഫ്രീ ആണെന്ന് വെച്ചാൽ നമ്മൾ പോവാണ്. എല്ലാവരും പോയി കാണണം. കിടിലൻ പടമാണ്. അത് നിവിൻ പോളി ആയതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, അഖിൽ സത്യന്റെ പടം ആയതുകൊണ്ട് ഞാൻ പറയാണ്. അഖിൽ സത്യൻ owns the genre. He's the perfect one. And what about the new face in Riya? അത് ഞാൻ പറയുന്നില്ല. അതൊക്കെ ആൾക്കാർ പറയട്ടെ, എന്തും പറയട്ടെ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ കോഴിയാന്നൊക്കെ പറയും. അതല്ല ഞാൻ പറഞ്ഞത്. അഖിൽ സത്യൻ owns the genre. സംഭവം സത്യം അങ്ങനെയാണെങ്കിലും വാട്ട് എവർ
അഖിൽ സത്യൻ ഓൺസ് ഇസ് ജോണർ. അഖിൽ സത്യൻ ഐ ലവ് യു മാൻ.